ചോദ്യം, എ ഗ്യാസ് ഹാവിംഗ് എ വോളിയം ഓഫ് 44 ലിറ്റർ അറ്റ് 1 atmospheric പ്രഷർ വിൽ കംപ്രസസ് ടു 11 ലിറ്റർ അറ്റ് 4 atmospheric പ്രഷർ. അസർഷൻ. അപ്പം അസർഷൻ ഇതൊക്കെ പെട്ടെന്ന് വായിക്കുമ്പോൾ ഒന്നും കത്തൂല. അത് സത്യസന്ധമായിട്ടുള്ള അവസ്ഥയാണ്, ഒന്നും കത്തത്തില്ല. ഇത് എന്താണ് പറയുന്നത് പിടിയിട്ടതില്ല. അപ്പം നമ്മൾ എഴുതണം, ഒരു ഗ്യാസ് ഉണ്ട്, ഹാവിങ് എ വോളിയം ഓഫ് 44 ലിറ്റർ. അപ്പോൾ വോളിയത്തിനെ വി എന്നാണ് വിളിക്കുന്നത്. ആദ്യം പറഞ്ഞ വോളിയമാണ് V1. എത്ര ലിറ്ററാണ്? 44 ലിറ്റർ അറ്റ് 1 atmospheric പ്രഷർ. അപ്പോൾ പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ്? 1 atm ആണ്. ഇവിടെ യൂണിറ്റ് ഒന്ന് മാറ്റി വെറുതെ മെനക്കെടാൻ നിൽക്കേണ്ട. കംപ്രസ് ചെയ്ത് എത്രയാക്കി? 11 ലിറ്റർ ആക്കി. അപ്പോൾ രണ്ടാമത് പറഞ്ഞ വോളിയം അല്ലേ 11 ലിറ്റർ, അപ്പോൾ 11 ലിറ്റർ ആക്കി. പ്രഷർ എന്ന് പറയുന്നത് ഇവിടെ എത്രയാക്കി? 4 atm ആയിട്ട് കൂട്ടിയപ്പോഴാണ് സംഭവിച്ചതെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് എടുത്ത് എഴുതാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. ഇനി റീസൺ അക്കോർഡിംഗ് ടു ബോയിലിലോ P1 V1 എന്ന് പറയുന്നത് P2 V2 ആണ്. അത് റീസൺ ആണോ? നോക്കാം. P1 × V1 എന്ന് വെച്ചാൽ എത്രയാണ്? P1 എത്രയാണ്? 1. അപ്പോൾ 1 × V1 എത്രയാണ്? 44 ഈസ് ഈക്വൽ ടു P2 4 × 11. അത് എത്രയാണ്? 44. ഇത് എത്രയാണ്? 44. രണ്ടും തുല്യമല്ലേ? അപ്പോൾ ഇത് ലോ വെരിഫൈഡ് അല്ലേ? ആണ്. അപ്പോൾ എന്താണ് ബോത്ത് A ആൻഡ് R ആർ ട്രൂ. രണ്ടും ശരിയാണ്. R ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് A അല്ലേ? 44 എന്ന് പറയുന്നത് ഒരു ATM കൊടുത്തപ്പോഴത്തേക്കും ഉണ്ടായിരുന്നു. അത് 4 ATM ആയിട്ട് നമ്മൾ പ്രഷർ ചെയ്തപ്പോൾ വോളിയം 44 എന്ന് പറഞ്ഞ് 11 ശരിയാണ്. ഏത് നിയമം? ബോയിൽ നിയമം. അപ്പോൾ ഇതാണ് ഉത്തരം. ഇങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത്. സോ ഇതുപോലൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ എപ്പോഴും ശ്രമിക്കുക. അടുത്ത ചോദ്യം നോക്കി. അടുത്ത ചോദ്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വോളിയം ആൻഡ് ടെമ്പറേച്ചർ ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈസ് ഇല്ലസ്ട്രേറ്റഡ് ഇൻ ദ ഗ്രാഫ്. വിച്ച് ഗ്യാസ് ലോ ഈസ് ദിസ് ഗ്രാഫ് റിലേറ്റഡ് ടു? ടെമ്പറേച്ചറും വോളിയവും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുമ്പോൾ ലോയുടെ പേര് ചാൾസ് ലോ എന്ന് പറയാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. If the volume of the gas is 150 liter at 300 Kelvin, what will be the volume of the gas at 600 Kelvin? ഇങ്ങനെയല്ലേ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഒന്നും മനസ്സിലായില്ലേ? കുഴപ്പമില്ല. തന്നിട്ടുള്ള എടുത്ത് എഴുതുക. 150 ലിറ്റർ എന്ന് പറയുമ്പോൾ അത് വോളിയം ആണെന്ന് മനസ്സിലാക്കാനുള്ള വിവരം ഉണ്ടല്ലോ. 150 ലിറ്റർ. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്? 300 കെൽവിൻ. അടുത്ത പുതിയ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് T2 എന്ന് വിളിക്കാമല്ലോ. T2 എത്രയാണ്? 600 കെൽവിൻ. അവിടെയുള്ള V2 ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്? V1/T1 ഈസ് ഈക്വൽ ടു V2/T2. കണ്ടുപിടിക്കാനുള്ള എന്താണ്? V2. അപ്പോൾ V2 ഇവിടെ നിർത്തിയിട്ട് ഈ V1 ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകണം. ഇവിടെ ഡിവിഷനിൽ കിടക്കുന്ന അപ്പുറത്ത് പോകുമ്പോൾ അപ്പോൾ എന്തായിരിക്കും? അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. അതായത് V1/T1 അവിടെ ഉണ്ട്. പിന്നെ അഡീഷണലി ആരും കൂടി കയറി വരും, ആ T2 കൂടെ കയറി വരും. അതാണ് V2. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ചിരുന്ന് തിരിച്ചെഴുതാം. ഞാനിങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എഴുതും. V2 ഈസ് ഈക്വൽ ടു നേരത്തെ എഴുതിയ പോലെ V1 × T2/T1. നോക്കി എഴുതുമ്പോൾ ശ്രദ്ധിച്ചോളണം. T1 പകരം T2 എന്നൊന്നും എഴുതി വയ്ക്കരുത്. അപ്പോൾ അടുത്ത് V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 150 × T2 എന്ന് വെച്ചാൽ എത്രയാണ്? 600/T1 എന്ന് വെച്ചാൽ എത്രയാണ്? 300. അപ്പോൾ ഇതിൽ നിന്ന് V2 എന്ന് വെച്ചാൽ എത്രയായിരിക്കും? 0 0 വെട്ടി 0 0 വെട്ടി 3ഉം 6ഉം 2 തവണ 150 × 2 എത്രയാണ്? 300 ലിറ്റർ ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയും. 300 ലിറ്റർ. സോ 300 ലിറ്റർ കിട്ടും. 1 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇത്രയും സ്റ്റെപ്പൊന്നും എഴുതണ്ട. ഞാൻ ആദ്യത്തെ ഒരു ചോദ്യം ആയതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം. 10 ലിറ്റർ ഓഫ് ഓക്സിജൻ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ contains X molecules. Answer the question related to other gas samples at the same temperature and pressure. അപ്പോൾ പറഞ്ഞിട്ടുള്ള എന്താണ്? 10 ലിറ്റർ ഓക്സിജൻ, അതിനകത്ത് എക്സ് നമ്പർ ഓഫ് മോളിക്യൂൾ ഉണ്ട്. ഓക്കെ, ഹൗ മെനി മോളിക്യൂൾ ആർ ദെയർ ഇൻ 5 ലിറ്റർ ഓഫ് ഹൈഡ്രജൻ അണ്ടർ ദ സെയിം കണ്ടീഷൻ. അതായത് ഇവിടെ ടെമ്പറേച്ചറും പ്രഷറും സെയിം. അപ്പോൾ നിങ്ങൾ എവിടെ ആലോചിച്ച് നോക്കിയേ, ടെമ്പറേച്ചറും പ്രഷറും സെയിം എന്ന് പറയുന്നത് എവിടെയാണ്? അത് അവഗാഡ്രോയുടെ നിയമത്തിൽ. അവഗാഡ്രോ പറഞ്ഞ എന്താ? സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ ഈക്വൽ വോളിയം ഓഫ് ഗ്യാസസിനകത്ത് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾ ആയിരിക്കും. അപ്പോൾ 10 ലിറ്ററിൽ എക്സ് മോളിക്യൂൾ ആണെങ്കിൽ 5 ലിറ്റർ, ഇത് ഗ്യാസിന് ബാധകമല്ല, എനി ഗ്യാസ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ 5 ലിറ്റർ ഓഫ് ഇവിടെ ഏതാ ചോദിച്ചിട്ടുള്ളത്? ഏതാണ്? ഹൈഡ്രജൻ. 5 ലിറ്റർ ഓഫ് ഹൈഡ്രജനിൽ എത്ര മോളിക്യൂൾ ഉണ്ടെന്നാണ് ചോദ്യം. അവഗാഡ്രോ നിയമം പഠിച്ച് നമുക്കറിയാം, ടെമ്പറേച്ചറും പ്രഷറും സെയിം ആണെങ്കിൽ ഏത് ഗ്യാസോ ആയിക്കോട്ടെ അതിനകത്ത് ഒരു ഗിവൺ വോളിയത്തിനകത്തുള്ള മോളിക്യൂളിൻ്റെ എണ്ണം
സെയിം ആയിരിക്കും. അപ്പോൾ 10 ലിറ്റർ ഓക്സിജൻ ആണെങ്കിൽ എക്സ് മോളിക്യൂൾ ആണെങ്കിൽ അവിടെ ഹൈഡ്രജൻ വന്നാലും എക്സ് മോളിക്യൂൾ, 10 ലിറ്റർ ഓഫ് ഹൈഡ്രജൻ വന്നാലും എക്സ് മോളിക്യൂൾ ആയിരിക്കും, 10 ലിറ്റർ ഓഫ് നൈട്രജൻ വന്നാലും എക്സ് മോളിക്യൂൾ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ചോദിച്ചത് 10 അല്ല, 5 ആണെങ്കിൽ എത്രയെന്ന് വെച്ചാൽ ഇതിൻ്റെ നേരെ പകുതിയായിരിക്കും. 10ൻ്റെ പകുതിയല്ലേ 5. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? x/2 നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണും. x/2 നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണൂലേ? ഇനി നിങ്ങൾ ഇതിനെ ക്രോസ് എഴുതി നോക്കി, നേരത്തെ ചെയ്ത പോലെ ഇങ്ങനെ എഴുതണ്ട, ചെയ്തു നോക്കി. അറിഞ്ഞൂടാത്ത ആളെ ഞാൻ എ എന്ന് വിളിച്ചു. ഒന്ന് എടുത്തു നോക്കി. ഓക്സിജനും ഹൈഡ്രജനും ഇവിടെ പ്രസക്തി ഇല്ലല്ലോ, അപ്പോൾ അവരെ മാച്ച് കളയാമല്ലോ. അപ്പോൾ എന്താണ്? 10 × A gives 5 × x. നമുക്ക് വേണ്ടത് എ അല്ലേ? അപ്പോൾ A is equal to 5x ബൈ ഈ 10 താഴെ പോകുമ്പോൾ ഡിവിഷൻ. സോ A is equal to 5/10 എന്ന് വെച്ചാൽ 1/2x. അതായത് A is equal to എന്താണ്? x/2. കിട്ടിയല്ലോ. അടുത്ത, വാട്ട് വിൽ ബി ദ വോളിയം ഓഫ് 3x മോളിക്യൂൾസ് ഓഫ് CO2? O2 ആയാലും CO2 ആയാലും മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ് മോളിക്യൂളിൽ 10 ലിറ്റർ ഉണ്ട്. തിരിച്ചൊന്ന് എഴുതി ഞാൻ ഇതിനെ. അങ്ങനെയാണെങ്കിൽ 3x മോളിക്യൂളിൽ എത്ര? 10 × 3 30 ലിറ്റർ കാണും. കാണത്തില്ലേ? ഇതല്ലേ അർത്ഥം? നോക്കടാ, എക്സ് 10 ലിറ്ററിൽ എക്സ് മോളിക്യൂൾ ഉണ്ടെങ്കിൽ എക്സ് മോളിക്യൂളിൽ 10 ലിറ്റർ ഉണ്ടെന്ന് എഴുതിക്കൂടെ? അപ്പോൾ 3x മോളിക്യൂളിൽ എത്ര? 10 × 3 30 ലിറ്റർ എന്ന് എഴുതിക്കൂടെ? എഴുതാം. ഇതാണ്. അപ്പോൾ ഈ ലോജിക്കൽ തിങ്കിങ് ആണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. ഇത് ഒരു തവണ വായിച്ചതുകൊണ്ട് പഠിച്ചതുകൊണ്ടോ കിട്ടത്തില്ല. വിത്ത് കോൺസ്റ്റന്റ് പ്രാക്ടീസ് പറ്റാവുന്ന അത്രയും ചോദ്യങ്ങൾ ഒപ്പിച്ച് ചെയ്ത് പഠിക്കുക. അടുത്ത് 14ാമത്തെ ചോദ്യമാണ്. എന്താണ് ചോദിച്ചിട്ടുള്ളത്? നമ്മളിവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്യാസ് CO2 ആൻഡ് SO2 ആർ കെപ്റ്റ് അറ്റ് STP. CO2 SO2 STPയിലാണ്. ദെയർ വോളിയം ഈസ് 112 ലിറ്റർ. അപ്പോൾ STP എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ എവിടെ പറയണം? STP എന്ന് കണ്ടാൽ തന്നെ നമ്മുടെ മൈൻഡിൽ എന്ത് വരണം? അറ്റ് STP 1 മോൾ ഓഫ് എനി ഗ്യാസ് കണ്ടെയ്ൻ 22.4 ലിറ്റർ. ഓർമ്മയുണ്ടല്ലോ? അത് ഓർമ്മ. ചോദ്യം, വാട്ട് ഈസ് ദ വോളിയം ഓഫ് 1 മോൾ ഓഫ് ഗ്യാസ് അറ്റ് STP? 1 മോൾ ഓഫ് എനി ഗ്യാസ് അറ്റ് STP വിൽ ഓക്യുപ്പൈ 22.4 ലിറ്റേഴ്സ്. കാരണം അവഗാഡ്രോ പറഞ്ഞ കാര്യമാണ്. അടുത്ത്, വാട്ട് ഈസ് ദ മാസ് ഓഫ് 112 ലിറ്റർ ഓഫ് CO2? മാസ് കണ്ടുപിടിക്കണം. എന്തിൻ്റെ? 112 ലിറ്റർ CO2-ൻ്റെ മാസ് നമുക്ക് കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് മാസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? മാസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഉള്ള ഏക വഴി നമ്പർ ഓഫ് മോൾസിൻ്റെ ഇക്വേഷൻ എഴുതിയേ. എന്താണ്? ഗിവൺ വോളിയം ബൈ മോളാർ വോളിയം ആണ് STP. പക്ഷേ ഇവിടെ ചോദിച്ചിട്ടുള്ളത് മാസ്സാണ്. അപ്പോൾ മാസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരിക്കും? നമുക്കറിയാം നമ്പർ ഓഫ് മോൾസിന് മറ്റൊരു ഇക്വേഷൻ കൂടിയുണ്ട്, ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ്. പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലാർ മാസ് ഉണ്ട്. ഗിവൺ മാസാണ് കണ്ടുപിടിക്കേണ്ടത്. എന്തില്ല? നമ്പർ ഓഫ് മോൾസ് ഇല്ല. അപ്പോൾ ഈ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനായിട്ടാണ് ഈ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തന്നിരിക്കുക. ആദ്യ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? CO2 SO2 STPയിൽ ഇരിക്കുക. CO2 SO2 STP ഇരിക്കുകയാണ്. അതിൻ്റെ വോളിയം എത്ര? 112 ലിറ്ററാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കടാ. എടാ, 1 മോൾ ഓഫ് എനി സബ്സ്റ്റൻസ് 22.4 ലിറ്റർ ആണെങ്കിൽ ആ 112 ലിറ്ററിൽ എത്ര മോൾ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂലേ? ഇവിടെ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആ നമ്പർ ഓഫ് മോൾസ് തരാനാണ് നമുക്കിവിടെ മുന്നത്തെ ഒരു സാധനം തന്നേക്കുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? 1 മോൾ, അതിനാദ്യം ഹിൻ്റാണ് തന്നിട്ടുള്ളത് അല്ലേ? വോളിയം ഓഫ് 1 മോൾ എന്ന് വെച്ചാൽ 22.4 ആണെങ്കിൽ 112 ലിറ്ററിൽ എത്ര മോൾ ഉണ്ടാവുമെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂലേ? പറ്റും, ഉറപ്പായിട്ടും പറ്റും. എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ഇവിടെ നിന്ന് എഴുതിയേ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. 1 × 112 22.4 × x. അപ്പോൾ ഇതിൽ നിന്ന് എക്സ് കിട്ടാനായിട്ട് 22.4 ഇപ്പുറത്ത് കൊണ്ടുവരണം. അപ്പോൾ എങ്ങനെ വരും? 112/22.4. ഇത് ഞാൻ സാധാരണ ഒരാൾക്ക് വേണ്ടി പറഞ്ഞതാണ്. ലോജിക്കുള്ളവന് ഇത് ഒറ്റ സ്റ്റെപ്പിൽ എഴുതിയൊക്കെ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. എക്സ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? എക്സ് കിട്ടും അല്ലേ? അപ്പോൾ ഇത് നമുക്ക് എക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഈ പറയുന്ന 112 ഡിവൈഡഡ് ബൈ 22.4. അപ്പോൾ എക്സ് എന്ന് വെച്ചാൽ എത്ര കിട്ടും? നമുക്ക് 5 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 5. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കി, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അപ്പോൾ നമുക്കിവിടെ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കി, ഗിവൺ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് 5 ×
മോളിക്കുലാർ മാസ് 44 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 5 × 44 നമുക്ക് 220 ഗ്രാം എന്ന് കിട്ടും. അടുത്ത ഹൗ മെനി മോളിക്യൂൾസ് ആർ പ്രസന്റ് ഇൻ SO2? അടുത്ത നമുക്ക് സിയിൽ കണ്ടുപിടിക്കാനുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. അപ്പോൾ മോളിക്യൂൾസിൻ്റെ എണ്ണം എന്ന് വെച്ചാൽ എന്താ? ഒരു മോൾ ഓഫ് സബ്സ്റ്റൻസിൽ 6.022 × 10⁻23 എന്തുണ്ട്? മോളിക്യൂൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ SO2-ൽ എത്ര മോളിക്യൂൾ ഉണ്ടെന്ന് അറിയാൻ SO2-ൽ എത്ര മോൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ പോരെ? എന്നിട്ട് 6.0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? അപ്പോൾ നമുക്ക് SO2-ഉം CO2-ഉം ഒരേ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലും പ്രഷറിലുമാണ് ഇരിക്കുന്നത്. എങ്കിൽ ഇവർ രണ്ടുപേരിലകത്തുള്ള വോളിയം സെയിം ആണെങ്കിൽ അവരുടെ നമ്പർ ഓഫ് മോൾസും സെയിം അല്ലേ? സോ നമുക്ക് പറയാം SO2 ഹാസ് എത്ര? 5 മോൾസ്. സോ ഇറ്റ് ഹാസ് 5 × 6.022 × 10⁻23 നമ്പർ ഓഫ് എന്താണ്? മോളിക്യൂൾസ് ഉണ്ടെന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. ഈസി ആണോ എന്ന് ചോദിച്ചാലല്ല, കോൺസെപ്റ്റുകൾ ചെയ്തു വരണം. അടുത്ത ചോദ്യം, എ കെമിക്കൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് STP. ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ത് ചെയ്യാണ്? STPയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. റിയാക്ഷൻ തന്നിട്ടുണ്ട്. CH4 + 2O2 is CO2 + 2H2O. How many moles of methane are required to react with 10 moles of oxygen? അപ്പോൾ നമ്മൾ തന്നിട്ടുള്ള കാര്യം ആദ്യം പറയണം. ഞാൻ പറയും, തന്നിട്ടുള്ള കാര്യം പറഞ്ഞത് എപ്പോഴും എന്തിൻ്റെ അളവിലാണ്? മോളിക്യൂളിൻ്റെ അളവിലാണ്. സോ ആ നമ്പർ അതേപോലെ തന്നെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അവിടെ എന്തായി മാറും? അത് മോളായിട്ട് മാറും. ആ സ്റ്റെപ്പ് ഞാനിവിടെ എഴുതുന്നില്ല, മോളായിട്ട് മാറും. പിന്നെ അർത്ഥം എന്താണ്? മനസ്സിലാക്കിയ കാര്യം നമുക്കൊന്ന് എഴുതാം. ഒരു മോള് CH4, അപ്പം മീഥെയിൻ അല്ലേ, ഒരു 4 മീഥെയിൻ റിയാക്ട് ചെയ്യുന്നു 2 മോള് ഓക്സിജനുമായിട്ട്. നമുക്ക് 1 മോള് CO2-വും 2 മോള് H2O-യും കിട്ടി. ചോദിച്ചിട്ടുള്ളത് ഹൗ മെനി മോൾ ഓഫ് മീഥെയിൻ ഈസ് റിക്വയർഡ് ടു റിയാക്ട് വിത്ത് 10 മോൾ ഓഫ് ഓക്സിജൻ. 10 മോൾ ഓഫ് ഓക്സിജൻ. അപ്പോൾ നമുക്കറിയാം 1 മോള് മീഥെയിൻ 2 മോള് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. ഇവിടെ ചോദിച്ചിട്ടുള്ളത് 2 മോളല്ല, 10 മോള് ഓക്സിജനോടൊപ്പം റിയാക്ട് ചെയ്യാൻ എത്ര മോള് മീഥെയിൻ വേണം? ഇതല്ലേ എൻ്റെ അർത്ഥം. നമുക്ക് ഇക്വേഷനിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി. 1 മോള് മീഥെയിൻ എപ്പോഴും റിയാക്ട് ചെയ്യുന്ന 2 മോള് ഓക്സിജനുമായിട്ടായിരിക്കും, എന്നിട്ടായിരിക്കും CO2-വും H2O-യും ഉണ്ടാവും. ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഹൗ മെനി മോൾ ഓഫ് മീഥെയിൻ ഈസ് റിക്വയർഡ് ടു റിയാക്ട് വിത്ത് 10 മോൾസ് ഓഫ് ഓക്സിജൻ. 10 മോൾ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ എത്ര വേണം? 1 2 റിയാക്ട് ചെയ്യുമെങ്കിൽ 10 റിയാക്ട് ചെയ്യാൻ എത്ര വേണമെന്ന് ചോദിച്ചാൽ ലോജിക് ഉള്ളവൻ ഇപ്പം തന്നെ എടുത്ത് എഴുതാം. അല്ലാത്ത ആൾക്കാർക്ക് വേണ്ടി പറയുകയാണ്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 10 ഈ 1ഉം 10ഉം കൂടി 10, x 2ഉം കൂടെ 2x. ഇതിൽ നിന്നും x എന്ന് വെച്ചാൽ എന്തായിരിക്കും? 2 ഇപ്പുറത്ത് പോവും. അപ്പോൾ എന്തായിരിക്കും? 10/2 ആണ് x എന്ന് പറയുന്നത്. അതായത് ഇവിടെ x എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5 ആയിരിക്കും. 5 മോള്. ഓക്കെ, അപ്പോൾ 10 മോൾ ഓക്സിജനുമായിട്ട് 5 മോൾ മീഥെയിനായിരിക്കും റിയാക്ട് ചെയ്ത്. ഒറ്റ സ്റ്റെപ്പിൽ എഴുതാൻ ഞാൻ വലിച്ചു നീട്ടിയതല്ല, സാധാരണ ഒരു മീഡിയം കുട്ടിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. അടുത്ത്, കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് ദ വോളിയം ഓഫ് CO2. CO2-ൻ്റെ വോളിയം കണ്ടുപിടിക്കണം. എപ്പോഴാണ്? ഇഫ് 64 ഗ്രാം ഓഫ് മീഥെയിൻ ഈസ് കംപ്ലീറ്റ്ലി ബേൺഡ്. അപ്പോൾ 64 ഗ്രാം മീഥെയിൻ കംപ്ലീറ്റ് ആയിട്ട് ബേൺ ആകുമ്പോൾ ഉണ്ടാകുന്ന CO2-ൻ്റെ വോളിയം കണ്ടുപിടിക്കണം. അപ്പോൾ ഈ വോളിയം എന്താണ്, മാസ് എന്താണ് എന്നൊക്കെ ഉള്ള കാര്യമൊക്കെ നിങ്ങൾ ഒന്ന് നോക്കി വയ്ക്കണം കേട്ടോ, മാറിപ്പോലും. ചോദിച്ചിട്ടുള്ളത് എന്താണ്? കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് CO2. CO2 വേണം. CO2 ഇവിടെ കിടക്കുന്നത്, ആ കിടക്കുന്ന CO2. എപ്പോഴാണ്? ഇഫ് 64 ഗ്രാം ഓഫ് മീഥെയിൻ, 64 ഗ്രാം മീഥെയിൻ റിയാക്ട് ചെയ്യുമ്പോൾ എത്ര ഗ്രാം കിട്ടും? അപ്പോൾ നമുക്കിവിടെ മോളേ ഉള്ളൂ. ഗ്രാം എന്ന് പറഞ്ഞാൽ അത് മാസാണ്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇവിടുത്തെ ഈ ഇക്വേഷനിൽ തന്നിട്ടുള്ളത് മോളിലാണ്, ഇതിനെ മാസിലോട്ട് മാറ്റണം. അതായത് മീഥെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാസ് ഓഫ് മീഥെയിൻ എങ്ങനെ കണ്ടുപിടിക്കും? ഗിവൺ മാസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളിക്കുലാർ മാസ്. നമ്പർ ഓഫ് മോൾസ് ഇക്വേഷൻ തന്നെ ഉണ്ട് 1 ആണെന്ന്, മോളിക്കുലാർ മാസ് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് 16 ആണ്. അപ്പോൾ ഗിവൺ മാസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16. അടുത്ത് നമുക്ക് വേണ്ടത് ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്.
കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഇപ്പോഴത്തെ മാസ് അറിയാൻ വേണ്ടി നമുക്ക് ഗിവൺ മാസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? ഇവിടെ 1 ആണ് ഉണ്ടാവും. അപ്പോൾ 1. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് എന്ന് വെച്ചാൽ എത്രയാണ്? നമ്പർ ഓഫ് മോൾസ് എന്ന് വെച്ചാൽ എത്രയാണ്? 1. അതിൻ്റെ മോളിക്കുലർ മാസ് എന്ന് വെച്ചാൽ എത്രയാണ്? അത് 44 തന്നിട്ടുണ്ട്. അപ്പം ഗിവൺ മാസ് എന്ന് വെച്ചാൽ എന്താണ്? 44 ഇൻറ്റു 1. 44 ഇൻറ്റു എന്തെന്ന് വരും? 1 എന്ന് വരും. അപ്പോൾ എത്ര കിട്ടി? അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 44 ഗ്രാം എന്ന് കിട്ടും. സോ നമുക്കിവിടെ എഴുതി കൂടെ. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? നോക്കിക്കോ 16 ഗ്രാം മീഥൈൻ റിയാക്ട് ചെയ്താൽ നമുക്ക് 44 ഗ്രാം എന്ത് കിട്ടും? CO2 കിട്ടും. അങ്ങനെയാണെങ്കിൽ 64 ഗ്രാം മീഥൈൻ റിയാക്ട് ചെയ്താൽ എത്ര CO2 കിട്ടും? ഇതാണല്ലോ ചോദ്യം. എന്ത് ചെയ്താൽ മതി? നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? എങ്ങനെ ചെയ്യും? അറിഞ്ഞിടാത്ത ആളെ എക്സ് എന്നിടാം. അപ്പോൾ 16x 64 ഇൻറ്റു 44. സോ എക്സ് ഈസ് ഈക്വൽ ടു 64 ഇൻറ്റു 44/16. അപ്പോൾ 64 ഇൻറ്റു 44/16 എന്ന് പറഞ്ഞ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? 176 ഗ്രാം എന്ന് കിട്ടും. എത്ര കിട്ടും? 176 ഗ്രാം എന്ന് കിട്ടും. ഇത് ഇത്ര ഒന്നും ബുദ്ധിമുട്ടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് ചെയ്യുന്നതാണ് എളുപ്പം. പക്ഷേ ഞാനത് എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് സ്ട്രെസ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ചോദ്യപേപ്പർ വർക്കൗട്ട് ചെയ്തപ്പോൾ ഞാൻ സിമ്പിളായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് സ്റ്റെപ്പ് പോലെ പറഞ്ഞത് ഇതാണ് ഉത്തരം. 176 ഗ്രാം ഓഫ് CO2 കിട്ടും. 176 ഗ്രാം ഓഫ് CO2 കിട്ടും. അപ്പോൾ 64 ഗ്രാം ഓഫ് മീഥൈൻ കംപ്ലീറ്റ് ആയിട്ട് എത്തുമ്പോഴത്തേക്കും നമുക്ക് 176 ഗ്രാം കിട്ടും. പക്ഷേ ഇവിടെ മാസേ കിട്ടിയുള്ളൂ. ഇവിടെ വോളിയം കൂടെ ചോദിച്ചിട്ടുണ്ട്. ഇതോടെ ചോദിച്ചിട്ടുണ്ട്, നമുക്ക് വോളിയം കൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? ഇതിൻ്റെ അർത്ഥം എന്താ നോക്കടാ. 1 മോള് മീഥൈൻ കത്തുമ്പോൾ നമുക്ക് 1 മോള് CO2 കിട്ടും. 1 മോള് CO2 കിട്ടും. 16 ഗ്രാം ഈ പറയുന്ന എന്താണ്? 16 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് 1 മോളാണ്. അതെന്താണ്? 1 മോളാണ്. അപ്പോൾ 1 മോള് CO2 കൺഫ്യൂഷൻ ആയില്ലേ? നോക്ക് ഒന്നുകൂടി. വോളിയമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്തുണ്ട്? നമ്മളിവിടെ എന്തുണ്ട്? നമ്മളിവിടെ മാസ് ഉണ്ട്. 176 ഗ്രാം എന്ന് പറയുന്നത് മാസ് ഉണ്ട്. അപ്പോൾ ഈ മാസ് ഉള്ളപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ പറ്റും. പറ്റൂലേ? പറ്റും. ആലോചിച്ച് നോക്കിയേ. 176 ഗ്രാം CO2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 176 ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ് എത്രയാണ്? 44. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 4 മോളൊന്ന് കിട്ടും. എത്ര കിട്ടും? 4 മോളൊന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നോക്കിയേ, 4 മോളൊന്ന് കിട്ടി. അപ്പോൾ 1 മോളിന് 22.4 ലിറ്റർ ആണെങ്കിൽ 4 മോളിന് എത്രയാണ്? 4 ഇൻറ്റു 22.4. അപ്പോൾ നമ്മൾ 4 ഇൻറ്റു 22.4 കിട്ടും. നോക്കി 89.6 ലിറ്റർ എന്ന് കിട്ടും. വോളിയം 89.6, മാസം എന്ന് വെച്ചാൽ 176 ഗ്രാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ സൈസ് ഓഫ് ദ എയർ ബബിൾസ് കമ്മിങ് അപ്പ് ഫ്രം ദ ബോട്ടം ഓഫ് എൻ അക്വേറിയം ഇൻക്രീസസ്. വിച്ച് ലോ? ബോയിൽസ് ലോ. സ്റ്റേറ്റ് ദ ലോ എന്താണ്? ടു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. സിമ്പിൾ ചോദ്യം. ഓക്കെ, അടുത്ത ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ സാമ്പിൾ ഓഫ് CO2 കണ്ടെയ്ൻസ് 176 ഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഒരു CO2 ഗ്യാസിൻ്റെ സാമ്പിളിൽ 176 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ സാമ്പിൾ അറ്റ് STP? അപ്പോൾ നോക്കിയേ, ഒരു സാമ്പിൾ 176 ഗ്രാം CO2ൻ്റെ വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഗിവൺ മാസിനെ അതിൻ്റെ മോളിക്കുലാർ മാസ്സായിട്ടുള്ള 44 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ പറയുന്ന 174 നമ്മൾ 44 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4 എന്ന് കിട്ടും. അപ്പോൾ 4 മോൾ എന്ന് കിട്ടും. വോളിയമാണ് ചോദിച്ചിട്ടുള്ളത്. 1 മോള് ഇരിക്കാൻ വേണ്ടത് 22.4 ആണെങ്കിൽ 4 മോൾ ഇരിക്കാൻ വേണ്ടത് 4 ഇൻറ്റു എന്താണ്? 22.4. അപ്പോൾ ഈ 4 ഇൻറ്റു 22.4 നമുക്ക് എത്ര കിട്ടും? 89.6 ലിറ്റർ എന്ന് കിട്ടും. അല്ലെ 89.6 ലിറ്റർ എന്ന് കിട്ടും. 89.6 അല്ലേ വരും? 89.6 നമുക്ക് കിട്ടും. ഓക്കെ, 89.6 നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് ഇതിനകത്ത് വരുന്നത്. അവിടെ തന്നെ ബി പാർട്ട് നോക്കിയേ. ഹൗ മെനി ഗ്രാംസ് ഓഫ് കാർബൺ ഷുഡ് ബി ബേൺ ടു ഗെറ്റ് എൻ എമൗണ്ട് ഓഫ് CO2? ഓക്കെ, അപ്പോൾ ഗെറ്റ് ദിസ് എമൗണ്ട് ഓഫ് CO2. അപ്പോൾ നമുക്ക് എന്ത് വേണം? നമുക്ക് നോക്കിയേ, 176 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് കത്താനായിട്ട് നമ്മൾ എത്ര ഗ്രാം കാർബൺ ഉപയോഗിക്കണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നല്ലൊരു ചോദ്യമാണ്. നോക്കി, ഇവിടെ ചോദ്യം പറഞ്ഞേക്കുന്നത് നോക്കി. നമുക്കറിയാം C + O2 ഗീവ്സ് എന്താണ്? CO2.
ചോദിച്ചിട്ടുള്ളത് എന്താ? ഹൗ മെനി ഗ്രാംസ് ഓഫ് കാർബൺ. അപ്പോൾ നമുക്ക് ഇവിടെ CO2 എന്ന് പറയുന്നത് 176 ഗ്രാം. അപ്പോൾ 176 ഗ്രാം CO2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് എത്ര മോളിന് ഈക്വലാണ്? 4 മോളിന് ഈക്വലാണ്. അപ്പോൾ നമുക്കിവിടെ എഴുതി കൂടെ ഒരു മോള് കാർബൺ കത്തിയാൽ നമുക്ക് 1 മോള് CO2 കിട്ടും. അങ്ങനെയാണെങ്കിൽ 4 മോള് CO2 കിട്ടാൻ നമുക്ക് എത്ര വേണം? 4 മോള് കാർബൺ വേണം. ഈ 4 മോള് കാർബണിൻ്റെ മാസ് എത്രയാണെന്ന് അറിയണ്ടേ? 4 മോള് കാർബണിൻ്റെ മാസ് എങ്ങനെ കണ്ടുപിടിക്കും? മാസ് കണ്ടുപിടിക്കുന്ന ഒറ്റ ഫോർമുലയേ ഉള്ളൂ. എന്താണ് മാസ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളിക്കുലാർ മാസ്. പക്ഷേ ഇവിടെ കാർബൺ ആണ്, അപ്പോൾ ആറ്റം ആണ്, അപ്പോൾ എന്താണ് അറ്റോമിക് മാസ് എന്ന് ആക്കിക്കോളും. സോ എന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 4 ഇൻറ്റു അറ്റോമിക് മാസ് എത്ര? 12. അപ്പോൾ നമുക്ക് എത്ര വരും? 12 ഇൻറ്റു 12, 24, 36, 48 ഗ്രാം എന്ന് ഇവിടെ ഉത്തരം കിട്ടും. ഓക്കെ, 48 ഗ്രാമാണ് നമ്മുടെ ഉത്തരം എന്ന് പറയും. അടുത്ത ചോദ്യം, 2H2 + O2 gives 2H2O, formation of water. What is the mass of oxygen gas needed to get 36 grams of water? പക്ഷേ ഇവിടെ നോക്കിയേ, 36 ഗ്രാം ഓഫ് വാട്ടർ കിട്ടാൻ എത്ര ഓക്സിജൻ വേണം? ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? 2 മോള് ഹൈഡ്രജൻ റിയാക്ട് ചെയ്യുന്നു, 1 മോള് ഓക്സിജനുമായിട്ട് നമുക്ക് 2 മോള് വാട്ടർ കിട്ടുന്നു. ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യം ചെയ്ത് പഠിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്കറിയാം എന്താണത്. 4 ഗ്രാം ഹൈഡ്രജനും 32 ഗ്രാം ഓക്സിജനും കൂടെ ചേരുമ്പോഴാണ് 36 ഗ്രാം എന്ത് കിട്ടുന്നത്? വാട്ടർ കിട്ടുന്നത്. ഇത് ചെയ്ത് പഠിച്ച കുട്ടിക്ക് അറിയാം, അല്ലെങ്കിൽ ഓരോന്നിൻ്റെയും മറ്റേ മോളിക്കുലർ മാസ് വെച്ച് കണ്ടുപിടിക്കണം. ഓക്കെ, ചോദ്യം എന്താണ്? 36 ഗ്രാം വാട്ടർ കിട്ടാൻ എത്ര ഗ്രാം ഓക്സിജൻ വേണം? 32. സോ 32 ഗ്രാമാണ് എയുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ബി, ഫൈൻഡ് ദ വോളിയം ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് നീഡഡ് ടു ഗെറ്റ് 22.4 ലിറ്റർ ഓഫ് H2O. 22.4 ലിറ്റർ ഓഫ് H2O എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്ര തന്നെയാണടാ? അത് 1 മോളാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഇക്വേഷൻ, ഈ മെയിൻ ഇക്വേഷൻ നമ്മൾ എപ്പോഴും എഴുതി വെച്ചോളൂ. ഇതാണ് കാര്യം പറയുന്നത്. ഓക്കെ, ചോദിച്ചിട്ടുള്ളത് എന്താണ്? 22.4 ലിറ്റർ ഓഫ് H2O. 22.4 ലിറ്റർ ഓഫ് H2O എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മോൾ H2O. 1 മോൾ H2O കിട്ടാൻ വേണ്ടിയിട്ട് എത്ര H2 വേണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്തറിയാം? 2 മോൾ വെച്ച് 2 മോൾ കിട്ടുമെങ്കിൽ 1 മോൾ വെച്ച് എത്ര വേണം? 1 മോൾ. അപ്പോൾ എന്താണ് ഉത്തരവ് എന്ന് പറയുന്നത്? നമുക്കിവിടെ 1 മോൾ മതി. ഒരേ ഇവിടെ 2 മോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയേ, 2 മോൾ ഹൈഡ്രജൻ വാട്ടർ തരുമെങ്കിൽ 1 മോൾ വാട്ടർ തരാൻ 1 മോൾ H2O എത്ര മതി? 1 മോൾ H2O. അപ്പോൾ വോളിയം എന്ന് വെച്ചാൽ 1 മോളിൻ്റെ വോളിയം എത്രയാണ്? അത് 22.4 ലിറ്റർ ആണ്. സോ കറക്റ്റ് ഉത്തരം എന്താണ്? അപ്പോൾ 22.4 ലിറ്റർ ഓഫ് ഹൈഡ്രജൻ മതിയാകും. 22.4 ലിറ്റർ ഓഫ് ഹൈഡ്രജൻ മതിയാകും നമുക്ക്. ഓക്കെ, ശരി. അപ്പോൾ 22 ലിറ്റർ മതി. മൂന്നാമത്തെ പാർട്ട് സ്റ്റേജൊക്കെ വന്നുകൊണ്ടിരിക്കുക. അടുത്ത, ഇഫ് വി ടേക്ക് 4 grams of hydrogen, how much grams of oxygen should be taken to react completely with hydrogen? ഓക്കെ, അപ്പോൾ 4 ഗ്രാം ഹൈഡ്രജൻ നമ്മൾ എടുത്തു. 4 ഗ്രാം ഹൈഡ്രജൻ എടുത്തു. ഈ ഹൈഡ്രജനുമായിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഗ്രാം ഓക്സിജൻ വേണമെന്ന് ചോദിച്ചാൽ ഉത്തരം എത്രയാണ്? 32 ഗ്രാം ഓക്സിജൻ വേണം. 32 ഗ്രാം ഓക്സിജൻ വേണം. അതെങ്ങനെയാണ് കിട്ടിയത്? ഞാൻ ഈ സ്റ്റെപ്പ് എടുത്ത് എഴുതിയത് കൊണ്ടാണ്. ഈ സ്റ്റെപ്പ് കണ്ടുപിടിക്കുന്നത് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ആ സ്റ്റെപ്പ് എഴുതാത്തത്. നിങ്ങൾ പരീക്ഷയ്ക്ക് ചെയ്യുമ്പോൾ ആ സ്റ്റെപ്പ് എഴുതണം. അതായത് ഇതിൻ്റെ എന്ത് ചെയ്യണം? ഗിവൺ മാസിന് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസിനെ മോളിക്കുലർ മാസിന് മൾട്ടിപ്ലൈ ആണ്, ഇവൻ്റെ മൾട്ടിപ്ലൈ ആണ്, അങ്ങനെ ഈ ഇക്വേഷൻ കിട്ടത്തുള്ളൂ. ഇത് എഴുതി കഴിഞ്ഞാൽ ഈ 3 ഉത്തരവും നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ നോക്കി എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയത്. ഓക്കെ, അടുത്ത ചോദ്യം, ദ വോളിയം ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് അറ്റ് 1 atm പ്രഷർ ഈസ് 10 ലിറ്റർ. വാട്ട് വിൽ ബി ഇറ്റ്സ് വോളിയം ഇഫ് ദ പ്രഷർ ഈസ് ഇൻക്രീസ്ഡ് ടു 5 atm? അപ്പോൾ എന്താണ്? പ്രഷർ തന്നിട്ടുണ്ട്. P1 എത്രയാണ്? 1 atm. V1 എത്രയാണ്? 10 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ പ്രഷർ എന്ന് പറയുന്നത് P2 എന്ന് പറയുന്നത് 5 atm ആക്കി കഴിഞ്ഞാൽ V2 എന്ന് പറയുന്നത് എത്രയായിരിക്കും? Pയും Vയും ബോയിൽസ് ലോ, P1 V1 P2 V2 അല്ലേ? 1 10 ലിറ്റർ, 1 5 ആയി അല്ലേ? അങ്ങനെയല്ലേ സംഭവിച്ചിരിക്കുന്നത് അല്ലേ? ഇവിടെ എന്ത് പറ്റി? 10 ലിറ്റർ ആയപ്പം പ്രഷർ 1 ആണെങ്കിൽ 5 ആകുമ്പോഴത്തേക്കും വോളിയം എന്ത് പറ്റും? കുറയും. ഇവിടെ എത്ര കിട്ടും? 5 ലിറ്റർ, 5 അല്ലല്ലോ അല്ലേ? 10/2 ലിറ്റർ എന്ന് കിട്ടും. ഉത്തരം എത്ര കിട്ടും? 2 ലിറ്റർ എന്ന് കിട്ടും. P1 V1 is equal to P2 V2 വെച്ച് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കിയാൽ കിട്ടും. വോളിയം എത്ര കിട്ടും? 2 ലിറ്റർ എന്ന് കിട്ടും. ഏത് ലോയാണത്? അത് ബോയിൽസ് ലോയാണ്. ഏത് ലോയാണത്? അത് ബോയിൽസ് ലോയാണ്. ഓക്കെ, അതെന്താണ്? ബോയിൽസ് ലോയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, എ സാമ്പിൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടെയ്ൻസ് 3 × 6.022 × 10⁻23 മോളിക്യൂൾസ്. അതായത് ഈ സാമ്പിളിൽ എത്ര മോൾസ് ഉണ്ട്? 3 മോളുണ്ട്. എത്ര മോളുണ്ട്? 3 മോൾ ഉണ്ട്.
ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ which contain as many molecules as that of the sample of carbon dioxide. Calculate the mass of ammonia. ഇപ്പോൾ ചോദിച്ചിട്ടുള്ള എന്താണ്? Find the number of moles of ammonia containing the same as many molecules as that of the sample of carbon dioxide. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ്? 3 മോള് എന്തുണ്ട് ഇവിടെ? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഈ 3 മോളിന് തുല്യമായിട്ട്, അല്ല അങ്ങനെയല്ല ചോദിച്ചിട്ടുള്ളത്, ഈ 3 × 10⁻23 നമ്പർ ഓഫ് മോൾസിന് തുല്യമായിട്ട് വരുന്ന അമോണിയയുടെ അളവ് എത്രയാണെന്ന് ചോദിച്ചാൽ അത് എത്രയാണ്? അത് 3 മോൾ അമോണിയ. 3 മോൾ അമോണിയ അല്ലേ? ഇവിടെ ഈ 3 × 6.0 എനി സബ്സ്റ്റൻസിൻ്റെ ഒരു മോളിൽ 6.022. അപ്പം 3 മോൾസ് 3 × 6.022 ഇൻറ്റു അമോണിയയുടെ 3 മോൾസിൽ എത്ര? അമോണിയയ്ക്കും ഇത്രയും തുല്യം വരണമെങ്കിൽ എത്ര വേണം? അമോണിയ 3 മോൾ എടുക്കണം. അപ്പോൾ 3 മോൾ അമോണിയാണ് ഇവിടുത്തെ ഉത്തരം. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് അമോണിയ. അമോണിയുടെ മാസ്. അപ്പോൾ 3 മോൾ അമോണിയുടെ മാസ് കണ്ടുപിടിക്കണം. അപ്പോൾ 3 മോൾ അമോണിയയുടെ മാസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളിക്കുലാർ മാസ്. ഗിവൺ മാസ് കണ്ടുപിടിക്കുന്ന പരിപാടി. നമ്പർ ഓഫ് മോൾസ് എത്ര? 3. മോളിക്കുലാർ മാസ് ഓഫ് അമോണിയ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? മോളിക്കുലാർ മാസ് ഓഫ് അമോണിയ NH3 അല്ലേ? അപ്പോൾ NH3 എന്ന് പറയുമ്പോൾ നൈട്രോജൻ എത്രയാണ്? 14. H3 എന്ന് പറയുമ്പോൾ 3. 14, 15, 16, 17. അപ്പം 3 × എത്ര വരും? 17 എന്ന് വരും. അപ്പോൾ 3 × 17 ആണ് അല്ലേ? 3 + 17 അല്ല 14. എന്ത് പറയണത് നോക്കിയോ? നമ്പർ ഓഫ് മോൾസ് 3. അതിന് മോളിക്കുലാർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ എന്ത് കിട്ടുന്നത്? ഗിവൺ മാസ് കിട്ടുന്നത്. അപ്പോൾ മോളിക്കുലാർ മാസ് ഓഫ് അമോണിയ വേണം. മോളിക്കുലാർ മാസ് ഓഫ് അമോണിയ എന്ന് വെച്ചാൽ അമോണിയ എന്ന് വെച്ചാൽ NH3. അപ്പോൾ നൈട്രോജൻ്റെ എത്രയാണ്? 14 + 3 17. അപ്പോൾ 17. അപ്പോൾ ഗിവൺ മാസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 17നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 17 നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഞാനിവിടെ 17 കൊണ്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? ഇവിടെ 51 ഗ്രാം എന്ന് വരും. ഓക്കെ, എന്ന് വരും 51 ഗ്രാം എന്ന് വരും. ഓക്കെ, അപ്പോൾ ഉത്തരം എത്രയാണ്? 51 ഗ്രാമാണ് നമ്മുടെ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത് ഫൈൻഡ് ദ വോളിയം ഓഫ് ദ അമോണിയ അറ്റ് STP വിച്ച് കണ്ടെയ്ൻ ദ സെയിം നമ്പർ ഓഫ് മോൾസ് as that ഓഫ് ദ സാമ്പിൾ. വോളിയം കണ്ടുപിടിക്കാൻ 3 മോളല്ലേ ഉള്ളൂ. അപ്പോൾ വോളിയം എന്ന് വെച്ചാൽ എത്ര ആയിരിക്കും? ചോദിച്ചുള്ളത് എന്താണ്? ഫൈൻഡ് ദ വോളിയം ഓഫ് അമോണിയ. അമോണിയയുടെ വോളിയം കണ്ടുപിടിക്കണം അറ്റ് STP. ഏത് അമോണിയയുടെ? വിച്ച് കണ്ടെയ്ൻ ദ സെയിം നമ്പർ ഓഫ് മോൾസ് as that ഓഫ് ദ കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അത്രയും മോൾസ് ഉള്ള അമോണിയ. അതായത് 3 മോൾ അമോണിയയുടെ വോളിയം എത്ര? 3 × 22.4 എന്ന് വരും. 67.2 ലിറ്റർ എന്ന് വരും. 67.2 ലിറ്റർ എന്ന് വരും. ഓക്കെ, അടുത്ത ചോദ്യം. എ സാമ്പിൾ ഓഫ് അമോണിയ ഹാസ് എ വോളിയം ഓഫ് 2240 ലിറ്റർ അറ്റ് STP. ഒറ്റയടി ക്ലാസ് കാണണമെന്നില്ല, വേണമെങ്കിൽ ബ്രേക്ക് എടുക്കാം കേട്ടോ. സാമ്പിൾ ഓഫ് അമോണിയയിൽ 224 ലിറ്റേഴ്സ് ഉണ്ട് STPയിൽ. ഓക്കെ, ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ ഇൻ ദ ഗിവൺ. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. ഒരു മോളിൽ ഉള്ളത് 22.4 ആണെങ്കിൽ 2240 ലിറ്റേഴ്സ് ഉള്ളത് എത്ര മോളിൽ? എങ്ങനെ കണ്ടുപിടിക്കും? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 2240 1 × 2240. ഇവിടെ ആണെങ്കിൽ 22.4 × x. അപ്പോൾ അതിൽ നിന്നും x എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? 2240 ഡിവൈഡഡ് ബൈ 22.4. മുകളിലൊരു 0 ഇട്ട് കൊടുത്തു. അപ്പോഴത്തേക്ക് ഇതങ്ങ് മാറി അല്ലേ? 224 × 224 പോയി 100 എന്ന് വന്നു. സോ 100 നമ്പർ ഓഫ് മോൾസ്. 100 ഉത്തരം. ഫൈൻഡ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ദ സാമ്പിൾ അമോണിയ. ഫൈൻഡ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ്, അതായത് 100 മോൾസ് ഓഫ് CO2വിൽ എത്ര മോളിക്യൂൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100 × 6.022 × 10⁻23 മോളിക്യൂൾസ് കാണും അല്ലേ? എടാവും അല്ലേ? ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഫൈൻഡ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈക്വൽ ടു ദാറ്റ് ഓഫ് സാമ്പിൾ ഓഫ് അമോണിയ. സാമ്പിൾ ഓഫ് അമോണിയയിലുള്ളത് 100 മോൾസ്. അങ്ങനെയാണെങ്കിൽ എത്ര മോളിക്യൂൾ ഉണ്ട്? 100 × 6.022. എന്നാൽ അതേ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എത്ര മോളിക്യൂൾ എന്ന് ചോദിച്ചാലും എത്ര തന്നെയാണ്? 100 × 6.022 10⁻23. അടുത്ത ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രസന്റ് ഇൻ 396 grams ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. സെയിം. ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രസന്റ് ഇൻ CO2 എത്രയുണ്ട്? 396 ഗ്രാം ഉണ്ട്. അതിലുള്ള നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഗിവൺ മാസ് എത്ര? 396 ബൈ മോളിക്കുലർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 44. അപ്പോൾ ഈ 396/44 എന്ന് പറയുമ്പോൾ നമുക്ക് 9 മോൾസ് എന്ന് കിട്ടും. 9 മോൾസ്. അപ്പോൾ എന്ത് വന്നാലും നമ്മൾ പഠിച്ച ബേസിക് ഇക്വേഷൻസ് നമുക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ ഒരു പ്രയാസമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റും.
അപ്പോൾ ഈ ചോദ്യം ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വോളിയം ആൻഡ് പ്രഷർ ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഇസ് ഗിവൺ റാൻഡംലി. ഇത് മോഡൽ ചോദ്യ പേപ്പറിൻ്റെ ഒന്നാമത്തെ ചോദ്യം. നമ്മൾ ഓൾറെഡി ആൻസർ ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എൻ്റെ വീഡിയോസ് കിടപ്പുണ്ട്. അപ്പോൾ അറിയാമല്ലോ എന്താണ്. നമുക്കറിയാം പ്രഷറും വോളിയവും ആണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്താണ്? P1 V1 എന്ന് പറയുന്നത് എപ്പോഴും എന്തിന് ഈക്വൽ ആയിരിക്കണം? P2 V2 ഈക്വൽ ആയിരിക്കണം. അത് എന്തിന് ഈക്വൽ ആയിരിക്കണം? P3 V3 ഈക്വൽ ആയിരിക്കണം. അതാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ അതങ്ങനെ വരുന്ന കേസ് നോക്കിയാൽ മതി. അപ്പോൾ പ്രഷർ എന്ന് പറയുന്നത് കൂടുമ്പോൾ വോളിയം ഏറ്റവും എന്ത് ചെയ്യണം? കുറയണം. അപ്പോൾ 8 അറ്റ്മോസ്ഫിയറിന് വേണ്ട വോളിയം എന്ന് പറയുന്നത് 2 ആകാം, അല്ലെങ്കിൽ 3 ആകാം. അപ്പോൾ 8 ആണെങ്കിൽ 2 ആകുമ്പോൾ എത്രയാണ്? 16 ആണ്. അപ്പോൾ P × V എന്ന് പറയുന്നത് 16 ഇസ് ഈക്വൽ ടു. രണ്ടാമത്തെ നോക്കിയേ, 2 അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഏറ്റവും കുറവ് പ്രഷർ. അപ്പോൾ വോളിയം ഏറ്റവും കൂടുതലായിരിക്കണം 12. 12 × 2 എത്രയാണ്? 24. അടുത്ത് പിന്നെ ഉള്ള ഓപ്ഷൻസ് എത്രയാണ്? 6 മാത്രമേ ഉള്ളൂ. ഒരു 4 2 4 3 16 അല്ലേ? 24. അപ്പോൾ ഈ 16 മാത്രമാണ് മിസ്റ്റേക്ക്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? നമുക്കപ്പോൾ ഈ 8നെ 3 കണക്ട് ചെയ്യാം. 8 × 3 24. അപ്പോൾ എയുടെ ഉത്തരം 3, 2ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 12, 4ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6 ആയിരിക്കും. ഇതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഡി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം. ഈ ലോജിക്കിലാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം. ലോങ് ക്ലാസ് എടുക്കുമ്പോൾ കുഴപ്പം ഇതാണ്, സൗണ്ട്. അറ്റ് 180 m പ്രഷർ ആൻഡ് 273 Kelvin 320 grams ഓഫ് SO2 ഹാസ് എ വോളിയം ഓഫ് 112 liters. അതായത് SO2 എത്രയുണ്ട്? 320 gram ഉണ്ട്. അപ്പോൾ ഗിവൺ മാസ് എന്ന് വെച്ചാൽ ഇതാണല്ലോ ഗിവൺ മാസ്. അതിൻ്റെ നമ്പർ ഓഫ് ആൻഡ് വോളിയം എന്ന് പറഞ്ഞാൽ 112 ലിറ്റർ ആണ്. ആയിക്കോട്ടെ. വാട്ട് ഈസ് ദ വോളിയം ഓഫ് 10 grams ഓഫ് ഹൈഡ്രജൻ അണ്ടർ ദ സെയിം പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ? അപ്പോൾ ആലോചിച്ച് നോക്കിയേ, സെയിം പ്രഷറും ടെമ്പറേച്ചറും വരികയാണെങ്കിൽ, സെയിം പ്രഷറും ടെമ്പറേച്ചറും വരുന്നതാണെങ്കിൽ ഏത് ഗ്യാസ് ആയാലും അത് ഒക്കുപ്പൈ ചെയ്യുന്നത് സെയിം വോളിയം ആണെന്നല്ല അവഗാഡ്രോ പറഞ്ഞത്. അപ്പോൾ എയുടെ ഉത്തരവ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? സെയിം ടെമ്പറേച്ചറിലും പ്രഷറിലും, അതായത് ഇത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ, ഇത് ഒന്നും ഇതുമില്ല. അപ്പോൾ ഇത് STP അല്ലേ? അപ്പോൾ STPയിൽ 320 gram SO2 ഇരിക്കുന്ന 112 ലിറ്റർ വോളിയത്തിലാണെങ്കിൽ 320 അല്ലെങ്കിൽ 112 അല്ലേ? വാട്ട് ഈസ് ദ വോളിയം ഓഫ് 10 grams ഓഫ് H2 അണ്ടർ ദ സെയിം പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ? അപ്പോൾ സെയിം ടെമ്പറേച്ചറും പ്രഷറിലും ആണെങ്കിൽ ഈക്വൽ വോളിയം ഓഫ് ഓൾ ദ ഗ്യാസസ് ഓക്കുപ്പൈസ് ഈക്വൽ വോളിയം എന്നാണ്. അപ്പോൾ ഒരു ATM പ്രഷറിലും 273 Kelvinലും SO2 ഇരിക്കുന്നത് 112 ലിറ്ററിലാണെങ്കിൽ അതേ ടെമ്പറേച്ചറിലും പ്രഷറിലും H2 ഇരിക്കുന്നത് എത്ര തന്നെ ആയിരിക്കും? 112 ലിറ്റർ തന്നെ ആയിരിക്കും. അവിടെ ഈ 10 ഗ്രാമിലും 320 ഗ്രാമിലും പ്രസക്തിയില്ല അക്കോർഡിംഗ് ടു അവഗാഡ്രോസ് ലോ. സ്റ്റേറ്റ് ദ ലോ റിലേറ്റഡ് ടു ദി സിറ്റുവേഷൻ. ഏതാണ്? അവഗാഡ്രോസ് ലോ. ഏതായിരിക്കും? അവഗാഡ്രോസ് ലോ ആയിരിക്കും. ഏതായിരിക്കും? അവഗാഡ്രോസ് ലോ ആയിരിക്കും. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്കിത് ചെയ്തും കണ്ടുപിടിക്കാം. എങ്ങനെ ചെയ്ത് കണ്ടുപിടിക്കാം? നോക്കിയേ, 112. ഓക്കെ, വേറെ എന്താ തന്നിട്ടുള്ളത് ഇവിടെ? ഓക്കെ, H2 തന്നിട്ടുണ്ട് അല്ലേ? 320 gram SO2 ഒക്കുപ്പൈ ചെയ്യുന്ന വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 112 ലിറ്ററാണ്. 112 ലിറ്ററാണ് എന്ന് വെച്ചാൽ 112 ഡിവൈഡഡ് ബൈ 22.4 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 മോൾ എന്ന് കിട്ടും. എത്ര കിട്ടും? 5 മോൾ എന്ന് കിട്ടും അല്ലേ? എത്ര കിട്ടും? 5 മോൾ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 5 മോള് കിട്ടി. അപ്പോൾ 5 മോൾ ഓഫ് H2 അത് തന്നെ ആയിരിക്കുമല്ലോ ഓക്കുപ്പൈ ചെയ്യുന്നത്. അത് ഓക്കുപ്പൈ ചെയ്യുന്നത് എത്രയായിരിക്കും? 5 × 22.4. അതും എത്ര തന്നെയായിരിക്കും? 112 ലിറ്റർ തന്നെ ആയിരിക്കും. എത്ര തന്നെയായിരിക്കും? 112 ലിറ്റർ തന്നെ ആയിരിക്കും. സോ എങ്ങനെ നോക്കിയാലും അത് എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. ഓക്കെ, എങ്ങനെ നോക്കിയാലും അത് എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. ഓക്കെ, ശരി. അടുത്ത ചോദ്യം, 16ാമത്തെ ചോദ്യം. Analyze the chemical equation given below and answer the questions. 2SO2 plus O2 gives 2SO3 എന്നാണ് പറയുന്നത്. ഓക്കെ, ഹൗ മെനി മോൾസ് ഓഫ് SO3 will be formed if 2 moles of sulfur dioxide completely react with 1 mole of oxygen? ഇതിൻ്റെ അർത്ഥം എന്താടാ? നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 2 മോള് SO2 അഥവാ സൾഫർ ഡയോക്സൈഡ് റിയാക്ട് ചെയ്യുന്നു 1 മോള് ഓക്സിജനോട്, നമുക്ക് കിട്ടുന്നു 2 മോള് SO3. ചോദിച്ചിട്ടുള്ള എന്താണ്? ഹൗ മെനി മോൾസ് ഓഫ് SO3, എത്ര SO3 ഉണ്ടാകും ഇഫ് 2 മോൾസ് ഓഫ് സൾഫർ ഡയോക്സൈഡ് കംപ്ലീറ്റ്ലി റിയാക്ട് വിത്ത് 1 മോൾ.
എത്ര കിട്ടും? അവിടെ എഴുതി വെച്ചേക്കല്ലേ. എ എത്രയാണ്? 2 മോള്. 2 മോള്. ഡയറക്റ്റ് ചോദ്യം. ബി, ഹൗ മെനി മോളിക്യൂൾസ് ഓഫ് ഓക്സിജൻ ആർ ടു ബി റിയാക്റ്റഡ് വിത്ത് സൾഫർ ഡയോക്സൈഡ് ടു ഒബ്റ്റെയിൻ 20 മോൾസ് ഓഫ് സൾഫർ ഡയോക്സൈഡ്? അപ്പോൾ നമുക്കറിയാം എന്താണ് ഹൗ മെനി മോൾസ് ഓഫ് ഓക്സിജൻ, എത്ര ഓക്സിജൻ റിയാക്ട് ചെയ്യുന്നു എത്ര സൾഫർ ഡയോക്സൈഡിനോട്, എത്ര കിട്ടാൻ? 20 മോള് കിട്ടാൻ. നമുക്കറിയാം 2 മോള് റിയാക്ട് ചെയ്യുന്നു 1 മോളിനോട്, നമുക്ക് എത്ര കിട്ടും? 2 മോള് പ്രോഡക്റ്റ് കിട്ടും. അതതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ 20 മോള് കിട്ടാനായിട്ട് എത്ര ഓക്സിജൻ വേണ്ടി വരും? ഇതിൻ്റെ നേർ പകുതി 10 മതിയാവും അല്ലേ? 10 മതിയാവും. സോ ബിയുടെ ഉത്തരം എത്രയാണ്? 10. അപ്പോൾ ഹൗ മെനി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് മോൾസേ കിട്ടിയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 10 × 6.022 × 10⁻23 മോളിക്യൂൾസ് വേണമെന്ന് എഴുതാം. അടുത്ത, വാട്ട് ഈസ് ദ വോളിയം ഓഫ് സൾഫർ ഡയോക്സൈഡ് ഗ്യാസ് റിക്വയർഡ് ടു ഒബ്റ്റെയിൻ 224 liters ഓഫ് SO3 at STP? അപ്പോൾ നമുക്ക് നോക്കാം. 224 liter ഓഫ് SO3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 224/22.4 എന്ന് പറയുമ്പോൾ എത്രയാണ്? 10 മോൾ എന്നാണ്. അപ്പോൾ ഇവിടെ എത്ര മോളുണ്ട്? 10 മോള് SO3 ആണുള്ളത്. ചോദിച്ചിട്ടുള്ളത് എന്താണ്? വാട്ട് ഈസ് ദ വോളിയം ഓഫ് സൾഫർ ഡയോക്സൈഡ്? ഓക്കെ, അപ്പോൾ നമുക്കറിയാം 2 മോള് സൾഫർ ഡയോക്സൈഡ് റിയാക്ട് ചെയ്താൽ നമുക്ക് 2 മോള് സൾഫർ ട്രയോക്സൈഡ് കിട്ടും. ഈ ഈക്വേഷൻ അനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ 10 മോള് സൾഫർ ട്രയോക്സൈഡ് കിട്ടാനായിട്ട് എത്ര മോള് സൾഫർ ഡയോക്സൈഡ് വേണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? 10 മോള് തന്നെ വേണമെന്ന് പറയും. 10 മോളിൽ എത്ര വോളിയം ഉണ്ട്? 10 × 22.4 224 ലിറ്റർ ആണ്. അപ്പോൾ സിയുടെ ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ്? 224 ലിറ്റർ ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. എത്രയാണ്? 224 ലിറ്റർ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യാനായിട്ട് പോയത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനോടകം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങളുടെ ജോലിയാണ് പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. എത്രത്തോളം ചോദ്യങ്ങൾ കിട്ടുമോ അത്രയും എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. സോ എല്ലാവരും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യും, പഠിക്കുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.